അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഈവൻ നിങ്ങളൊരു ബേർഡ് വാച്ചിങ് ഓർ ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ട്രിവാൻഡ്രം. നിങ്ങൾക്ക് ഈ കാണുന്ന പാഡി ഫീൽഡിലെല്ലാം ഒത്തിരി ബേർഡ്സ്, ഡഗ്, ഇവിടെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പല ഇതൊരു ബിഗസ്റ്റ് എന്താ പറയുക, ഇന്നത്തെ ദിവസം ഇതൊരു ബിഗസ്റ്റ് എന്താ പറയുക ഫോട്ടോ എല്ലാത്തിനും പറ്റിയൊരു പ്ലേസാണ്. ഇത്രയും സന്തോഷം തോന്നുന്ന കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പല പോരായ്മകളുണ്ടാകും. കുറച്ച് ഫോട്ടോസ് കിട്ടി, പക്ഷേ മോർണിംഗ് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ഒത്തിരി ബേർഡ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ പല സ്റ്റൈലിലുള്ള പല മൈഗ്രേറ്ററി ബേർഡ്സ് എല്ലാം ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ടൈമിങ്ങൊന്നും അറിയത്തില്ല. ഒത്തിരി അറിയാവുന്നുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പല NGOസും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഇവരുടെ എല്ലാം ഫേവറേറ്റ് പ്ലേസാണ്. പിന്നെ അതിനെക്കാട്ടിയും നമുക്ക് സന്തോഷം തരുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് മൊമെൻറ്റ്സ് നമ്മളിങ്ങനെയുള്ള പ്ലേസിൽ കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഇവിടുത്തെ അത്രയ്ക്ക് അടിപൊളിയാണ്. നോക്കി, ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ ഒരു ഗ്രീനറി, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേസെല്ലാം നമ്മൾ പറയാറില്ലേ, പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗമാമാ സ്വർഗം, ഭൂമിയിൽ സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണെന്ന്. എന്തായിരുന്നാലും അങ്ങനെ ഒരു ഒത്തിരി അടിപൊളി പ്ലേസാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഗ്രീനറിയെല്ലാം കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ ആവും. പിന്നെ അത് നോക്കത്താ ദൂരത്ത് എത്രയോ ഏക്കർ കണക്കുന്ന ഏരിയാസ് ഉണ്ട്. പിന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ മോറോവർ നമുക്ക് ഇനി ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നവരും എടുത്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ സന്തോഷമല്ല നമ്മൾ വലുത്. ഇനി ഇതിൽ തെറ്റേത് ശരിയായത് നമുക്കറിയില്ല. പിന്നെ നമ്മൾ നല്ല നല്ല ആൾക്കാർ വീഡിയോസ് എല്ലാം കാണുമ്പോഴാണ് നമുക്കും ഇങ്ങനെയുള്ള എല്ലാം ചെയ്യണമെന്ന് തോന്നുന്നത്. എന്തായാലും ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലില്ലേ, നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ അവതരിപ്പിക്കുന്നതെന്നുള്ളൂ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ഈ വയലിൻ്റെ മണമുണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഒന്ന് സ്മെല് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ സിറ്റിയിലൊക്കെ താമസിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ അച്ഛനമ്മമാർ അവിടെയാണല്ലോ കുട്ടികളായിരുന്നല്ലോ എല്ലാവരും വളരുന്നത്. അവരെ കളഞ്ഞിട്ട് നമുക്ക് വയലിൽ പോയി ഇന്ന് കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ആ ഒരു മണം എല്ലാം നമുക്കിവിടെ വന്ന് കിട്ടും കേട്ടോ. എന്തായിരുന്നാലും ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളയാണി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞു വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈവേ വഴി കരുമം പുഞ്ചക്കരി പാടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫേമസാണ്, എല്ലായിടത്തും ഫേമസ് തന്നെയാണ്. നിങ്ങൾ നെറ്റിൽ എവിടെ സെർച്ച് ചെയ്താലും കിട്ടും. അതുമാത്രമല്ല ഈ കിരീടം പാലം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആ മോഹൻലാലിൻ്റെ മൂവിയിൽ ആ സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ കിരീടം പാലത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ആ പാലം. ആയതോടുകൂടി തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡിങ്ങിനൊന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ടീ ഷോപ്പുണ്ട്, ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്, നല്ല വിഭവ സമ്പ്രദായം നിങ്ങൾക്ക് സൗകര്യമായിട്ട് ആഹാരം കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈവേ വഴിയാണെങ്കിൽ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമ ക്ഷേത്രം, തിരുവല്ലം ഹൈവേയിലുള്ള പരശുരാമ ക്ഷേത്രത്തിൻ്റെ ആ സൈഡ് വഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങാനുള്ളത്. ഇനി നിങ്ങൾ മെയിൻ ഹൈവേ വഴിയാണ് വരികയാണെങ്കിൽ, അതായത് NH വഴിയാണെങ്കിൽ കൈമനം എന്ന് പറഞ്ഞൊരു പ്ലേസ്, അത് ആ NH നേരെ വന്നിട്ട് വെള്ളയാണി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു വരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈവേ വഴിയാണെങ്കിൽ പരശുരാമ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക്
കേട്ടോ, എപ്പോഴാണ് ഡ്രീംസ് ആൻഡ് ആംബിഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇതും നല്ലൊരു എന്താ പറയുക, ചിലരുടെ ഭാഷയിൽ വട്ടാണോയെന്ന് ചോദിച്ചാൽ വട്ട് തന്നെയാണ്. എന്തായിരുന്നാലും വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വന്നിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വീണ്ടും 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 വേറൊന്നും ഉണ്ടല്ല, ഇതുപോലെ പലരും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പലർക്കും പലരുടെ കൈകളിലെത്തത്തുള്ളൂ. അതുപോലെ എന്നെപ്പോലെ കുറച്ച് കിറുക്കന്മാരെങ്കിലും അല്ലെങ്കിൽ കിറുക്കത്തിമാരെങ്കിലും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, നമ്മുടെ നാടല്ലേ. അപ്പോൾ അവർക്ക് ഇത് ഒത്തിരി എൻകറേജ് ആയിരിക്കും. കാരണം എല്ലാവർക്കും ഒരു ഇനിഷ്യലി ഒരു ഭയമാണ്, ഞാൻ തുടങ്ങി എങ്ങനെ ഇരിക്കും, ഞാൻ എഡിറ്റ് ചെയ്ത് ശരിയാവോ. ഒന്നും പേടിക്കരുത്, എല്ലാം ശരിയാവും വഴിയെ. എല്ലാവരും ഓരോ വീഡിയോ ചെയ്ത് തെറ്റ് അതിൽ നിന്നല്ലേ ഒരു ശരിയിലോട്ട് പോകുന്നത്. എന്തായിരുന്നാലും മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നും കേട്ടോ. ഇപ്പോൾ ഈ പരിപാടി ഈവൻ നമ്മുടെ ഒരു പ്രോഗ്രാം, അതായത് പ്രോഗ്രാമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ കൂടെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നൊരു സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സ്വർഗം ഇറങ്ങി. ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമാണ്. വേൾഡ് കപ്പ് ഫൈനലാണെന്ന് രാത്രി 12:30-ക്ക്. ഇപ്പോൾ ഞാൻ വരുന്ന വഴി ഇവിടെ അതിനെ കേട്ടി വലിയ ആഘോഷം, എല്ലാ സ്ഥലങ്ങളിലും സ്ക്രീനൊക്കെ വെച്ച് എല്ലാവരും ഫുൾ വൈബാണ് കേട്ടോ. നമുക്ക് അതും കൂടെ എൻജോയ് ചെയ്തിട്ട് പോകാം. എന്തായാലും നമ്മളൊരു വഴിക്ക് ഇറങ്ങല്ലേ, എല്ലാം ഇരിക്കട്ടെ. Champion of that World Cup. സ്പെയിനാണോ അർജൻറ്റീനാണോ എന്ന് രാത്രി അറിയാം. എന്തായിരുന്നാലും എല്ലാവരും കായിക പ്രേമികൾക്കെല്ലാം ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിക്കട്ടെ. വേൾഡ് കപ്പ് ആരാണ് അടുത്തത് നമുക്കറിയാം.